മഹാനായ ഒരു കലാകാരനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ചിത്രകാരനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇദ്ദേഹം കുട്ടിക്കാലത്ത് അച്ഛൻ നൽകുന്ന യാത്രാക്കൂലി സ്വരൂപിച്ച് വെച്ച് മാസികകൾ വാങ്ങുകയും വായിക്കുകയും അതിലെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രചോദനമുണ്ടാകുകയും അതിൽ നിന്ന് തൻ്റെ ജീവിതമാർഗം തന്നെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള തുടക്കം അന്നു മുതലേ അദ്ദേഹം അത് ചെയ്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ബാല്യകാല ഓർമ്മകൾ നമ്മളിവരൊക്കെ ആയിട്ട് പങ്കുവെക്കുമ്പോഴാണ്. ഇങ്ങനെയാണ് സമാഗമം അന്വർത്ഥമാകുന്നത്. ശശിയേട്ടനോടൊപ്പമുള്ള അനുഭവങ്ങൾ ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കുവെച്ചത് ശശിയേട്ടൻ്റെ നിർമ്മാതാവ്, ശശിയേട്ടന് വേണ്ടി തിരക്കഥ എഴുതിയ ഷെരീഫ് ക, അല്ലെങ്കിൽ ശശിയേട്ടൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയായ സീമ ചേച്ചി, സഹോദരൻ ശശാങ്കൻ ചേട്ടനൊക്കെയാണ്. ശശിയേട്ടൻ്റെ സഹസംവിധായകർക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ സഹസംവിധായകർ എങ്ങനെയാണ് ശശിയേട്ടനെ കണ്ടിട്ടുള്ളതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ശശിയേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹസംവിധായകനായിരുന്ന ശ്രീ അനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ശശിയേട്ടൻ്റെ പ്രിയപ്പെട്ട സഹസംവിധായകനായിരുന്ന, പിന്നീട് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന സംവിധായകനായി വളർന്ന ശ്രീ അനിൽ. എങ്ങനെയാണ് ശശിയേട്ടൻ ആദ്യം കാണുന്നത്? മഞ്ഞലാസിൻ്റെ ഒരു ഫിലിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് മദ്രാസിൽ കാണുന്നത്. വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ചെന്നതാണ് ശശിയേട്ടൻ്റെ കൂടെ? അല്ല, അതിന് മുമ്പ് മുരളി മിശ്ര രാമേന്ദ്രൻ പുള്ളിയുടെ വീട്ടിൽ വെച്ച് വർക്കല ഷാജിയാണ്. അല്ല, ഷാജിക്ക് മുമ്പ് ജോഷിയാണ് ശരിക്കും കൊണ്ടുവന്നത്, പരിചയപ്പെടുത്തിയത്. അതെ, ശരിയാ. ഒരേ നാട്ടുകാരാണ് ജോഷിയും. സംവിധായകൻ ജോഷിയാണ് ശശിയേട്ടനെ പരിചയപ്പെടുത്തുന്നത് അല്ലേ? അങ്ങനെ. പക്ഷേ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഫിലിം മഞ്ഞലാസിൻ്റെ ഓഡിഷനിൽ അയാളോട് പങ്കുണ്ട്. തണുപ്പത്തിട്ട് ഓടിച്ചല്ലേ ഊട്ടിയിലായിരുന്നു എൻ്റെ മാനത്തെ പൂക്കടമക്കിൽ നിന്നൊക്കെയുള്ള പാട്ട്. അത് ശരിക്കും അന്ന് ആദ്യം അവിടെ ഈ ഊട്ടിയിൽ ചെന്ന് പനിയും പിടിച്ചു. ചെറിയ പനിയോടുകൂടിയാണ് ഇതൊക്കെ വർക്ക് ചെയ്തത്. ആ പടത്തിൽ ഒരിക്കലും സൺലൈറ്റ് കണ്ടിട്ടില്ല, മിക്കവാറും മഴയത്താണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച അതേ ഹോട്ടൽ തന്നെ വേറെ തമിഴുണ്ട്. അവരെല്ലാം കൂടെ റൂമിൽ കിടക്കണം. ഞങ്ങൾ പോകും. ഇവരെ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ മഴയത്ത് എന്ത് ചെയ്യാൻ പോകണവർ? ദിവസം രാവിലെ ഞങ്ങൾ പോകും. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ ചോദിക്കും, ഞാനെന്താ വൈദ്യമാ കാലെടുത്ത് പോകാങ്ക. ഒരു ഷോട്ട് ഉണ്ട് അതിൽ, മധു സാർ ഇങ്ങനെ കുതിരപ്പുറത്തിരുന്നിട്ട് എന്നെ ഇങ്ങനെ ചുറ്റിക്കും. നല്ല മഴയാണ്, ഇതാണ്. ശശിയുടെ കൂളായിട്ട് നീ അങ്ങ് ഓടിച്ചാൽ മതി, തണുപ്പത്ത് ഓടാനും പറ്റില്ല. ഹിൽ സ്റ്റേഷനിൽ സഫോക്കേഷൻ ജാസ്തിയാണ്, ഓടാൻ പറ്റില്ല. ഒരു ഷോട്ട് വെച്ച് അവിടെ നിന്ന് ഉരുണ്ട് താഴെ വീഴണമെന്ന്. ഞാൻ പറഞ്ഞു ശരിയെന്ന്. അപ്പം കൂടെ ഉള്ളവരെല്ലാവരും പറയുന്നു, എന്താണ് ചേച്ചി എന്ത് പറഞ്ഞാലും ശരി ശരിയെന്ന്. ഞാൻ പറഞ്ഞു ഡയറക്ടർ പറയുമ്പോൾ ചെയ്യാതിരിക്കാം. അവിടെ നിന്ന് വീഴും. ശങ്കരയുടെ ഏട്ടൻ ഭയങ്കര തെറിയായിരിക്കും, നീ അവളെ കൊല്ലൂടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത പറയും. അതുമല്ല, അതിനകത്ത് വേറെ കംപ്ലീറ്റ് ഡ്രസ്സ് ഒന്നുമില്ല, എനിക്കൊരു പാവാട. അല്ല, അമ്മേന്റെ റോള് രണ്ട് അമ്മയാണ്. അപ്പം വെറും ഉൾപ്പാവടി ബ്ലൗസ് മാത്രമേ ഉള്ളൂ. അശോകുമാർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എന്നാ ഞാൻ ലൈറ്റ് ഇല്ലാതെ വളരെ പറഞ്ഞിട്ട് എടുത്തു. ഇതിന്റെ റിസൾട്ട് കണ്ട ശേഷം പുള്ളി പിന്നെ ലൈറ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല, എപ്പോൾ ഡള്ളുണ്ടോ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പറയാം, അതാണ് ബെസ്റ്റ്. എന്ത് പറഞ്ഞാലും ഞാൻ മാത്രം റിസൾട്ട്. അതിൻ്റെ ഇസ്മാൻ കളർ ഭയങ്കര വല്ലാത്ത മൂടായിരുന്നു. ഷൂട്ടിംഗ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടൻ ശരിക്കും വേറൊരാളായി മാറും അല്ലേ? അപ്പം നമുക്കൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എന്തോ ഫയർ ചെയ്യുന്നൊരു സീൻ. അപ്പം നമുക്കടെ മേത്തൊക്കെ തീ കത്തണം. അപ്പോൾ എന്തോ കവല കൊണ്ടുവന്ന് പിടിച്ച് അതിൻ്റെ ഏതിലായിരുന്നു അത്? ഇൻസ്പെക്ടർ നാൽക്കവലിൽ. അത് തന്നെയായിരുന്നു തുഷാരത്തിലും. തുഷാരത്തിൽ ഭയങ്കര -14 ഒക്കെയാണ്. കുട്ടപ്പട്ടിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. സീമ ഓടുകയാണ്, ഓടിച്ചിട്ട് നിർത്തുന്നില്ല. അവസാനം പോയി സീമ വീഴുന്നു എന്നാണ് എഴുതി വെച്ചിരുന്നത്. സത്യത്തിൽ അവൾ പോയി വെള്ളത്തിലേക്ക് വീഴാൻ പറഞ്ഞാണ്. വീണെന്ന് പറഞ്ഞിട്ട് വീണായിട്ട് കൊച്ചിന് ബോധമില്ല. പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അല്ല, അപകടം എപ്പോഴും സംഭവിക്കുള്ളൂ. ഈ ലക്ഷ്മണ രേഖ എന്നൊരു പടമുണ്ട്, അതിൽ മലമ്പാമ്പനെ കൊണ്ട് അത് സീമന്റെ പുറത്ത് കയറ്റിയേക്കുന്നത്. മലമ്പാമ്പേ അത് സീമന്റെ പുറത്തൊക്കെ കിട്ടേ. ശശിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഞാൻ ബുദ്ധിപൂർവ്വം ഓരോ കാര്യം ചെയ്തു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്, ഈ സർപ്പം എന്ന് പറഞ്ഞ ഒരു പടം. അപ്പം അതിനെ പാമ്പ് ഇങ്ങനെ പിടിച്ചപ്പോൾ എനിക്കിങ്ങനെ അറുപ്പ് തോന്നും. അത് മലമ്പാമ്പാണ് എൻ്റെ ഫ്രണ്ട്. അങ്ങനെയായിരുന്നു ആ പടം. അപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ പടം വന്നപ്പോൾ, ലക്ഷ്മണരേഖ വന്നപ്പോൾ ശശിധരൻ പറയും, ആ മലമ്പാമ്പിനെ അവളുടെ മുകളിൽ കൊണ്ടിട്ടേക്കെന്ന് പറയും. അങ്ങനെ കൂളായിട്ട് നോക്കും. അപ്പം ഞാനൊരു നല്ല നൈലക്സ് സാരി ഉടുത്തു. എനിക്കറിയാം മലമ്പാമ്പ് വീഴും എന്നുള്ളത്. ഷോട്ടിലത് കയറും പതുക്കോന്ന് പറഞ്ഞ് വീഴും. അപ്പൊ ശശിയുടെ പറയും, ഈ പണ്ടാരൊക്കെ എന്തോന്ന് കയറുന്നില്ല, വീണോണ്ടിരിക്കുന്നു.
ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. മിക്കവാറും ചിലപ്പോൾ ഞാൻ ഒന്നിച്ച് വരാറുണ്ട്. അപ്പോൾ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് കാറ് കയറി ഉറങ്ങും. പക്ഷേ ട്രാവൽ ചെയ്ത് കുറച്ച് ദൂരം പെട്ടെന്ന് ചാടി തന്നെ നമ്മൾ ഇന്നെടുത്ത ആ ഷോട്ടിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അത് നമുക്കൊന്നുകൂടെ അതെന്തോ ശരിയായില്ല. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ആ ഉറക്കത്തിൽ പോലും വർക്കിനോടുള്ളൊരു ഒരു അത് ഞാനത് അവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്നാണെങ്കിൽ പറഞ്ഞു. സഹസംവിധായകൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഈ സിനിമയെ പറ്റിയുള്ള നോളജ് ഒരുപാട് വർദ്ധിക്കാനായിട്ട് ശശിയേട്ടനോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ഹെൽപ്പ് പിന്നെ ഒരുപാട് അതായത് ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. പുതിയ പുതിയ റൈറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. എം ടി സാറിൻ്റെ പടങ്ങളിലെ മിക്കവാറും പടങ്ങൾ ഞാനാണ് വർക്ക് ചെയ്തത്. ഇതിൻ്റെ മിക്കവാറും അക്ഷരങ്ങളും 2 പടം ഒഴിച്ചു ബാക്കിയെല്ലാം അത് വളരെ വ്യത്യസ്തങ്ങൾ. രംഗം പോലെയൊക്കെയുള്ള പടങ്ങൾ വർക്ക് ചെയ്തു. പിന്നെ പത്മനാഭൻ അവരെയൊക്കെ ഓരോരുത്തരുടെ സ്ക്രിപ്റ്റ് നമുക്ക് പഠിക്കും ചെയ്യുമ്പോൾ ഫസ്റ്റിനായപ്പം കോപ്പി ചെയ്യും. കാരണം എം ടിയുടെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുമ്പോൾ തന്നെ അത് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. എനിക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് നല്ല അല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ഷോർട്ട് ഡിവൈഡ് എനിക്ക് കാത്തൊന്നുമില്ല. ശരി, എല്ലാവരെയും കുത്തിവെച്ച് വെച്ചാൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കും. പിന്നെ അത് വേണ്ട മാറ്റി ഇത് കൊണ്ടിട്ട് ഷോർട്ട് മാറ്റി ഡിവൈഡ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ശശിയേട്ടന് ബിഗ് സ്ക്രീനിൽ നിന്ന് സ്മോൾ സ്ക്രീനിലും ചെയ്യുന്നുണ്ടല്ലോ. ഞാനല്ല, ഇതാ ഇരിക്കുന്നത്. സിനിമ ചേച്ചിയാണ് ചെയ്യുന്നത് അല്ലേ? ഡയറക്ടറായി അപ്പോൾ? അതെ, ഡയറക്ടറായി. കണ്ടോ ചേട്ടൻ കണ്ടോ സിനിമ ചേച്ചി ഡയറക്ട് ചെയ്തിട്ട്? ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാൻ കൂടെ വന്നിരുന്നു, പിന്നെ വിട്ടുപോകും. ശരി, വിട്ടു കൊടുക്കാമെന്ന് മനസ്സിലായി. പുള്ളിയുടെ ഹെൽപ്പുണ്ട്, പക്ഷേ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യാനുള്ള ധൈര്യം വന്നപ്പോൾ. അതല്ലേ, എന്താണ് ചേട്ടൻ അതിനൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് അങ്ങനെ? സീരിയലും എനിക്ക് 2 ഒരുപോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. പലരും പറഞ്ഞു അങ്ങനെ എല്ലാ സിനിമയിലും സീരിയലും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന്. കാരണം സീരിയലാകുമ്പോൾ ഒരുപാട് ക്ലോസപ്സ് വേണം ഒക്കെ നിർബന്ധം. പറയുമ്പോൾ അത് സിനിമ സീരിയൽ അല്ല ടി വി കാണുന്നില്ല, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതിനല്ലേ സീരിയൽ കാണുമ്പോൾ പിന്നെ എല്ലാം ക്ലോസപ്പ് കാണിച്ചാൽ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥമില്ലെന്ന് പറഞ്ഞാൽ. ഈ ശശിയേട്ടൻ്റെ മേക്കിങ്ങിന് എന്ത് പ്രത്യേകത അനിലിന് തോന്നിയിട്ടുള്ളത് എന്താണ്? സബ്ജക്റ്റ് ഏതൊരു ചെറിയ സീനാണെങ്കിൽ പോലും അതിൻ്റെ ഓരോ ഫ്രെയിമിനും റിസർവ് കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് വളരെ പ്രധാനമാണ്. അല്ല, ഇന്നിപ്പോൾ പല സംവിധായകരുടെ കൂടെയും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു സജഷൻ എന്തിനാണ്, അല്ലെങ്കിൽ അതൊരു ക്ലോസപ്പ് എന്തിനാണ്, അതല്ലെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഓവർ ഷോൾഡർ ഷോട്ട് എന്തിനാണ് എടുക്കുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെ വെറുതെ ഷോട്ട്സ് എടുത്ത് കൂട്ടുന്ന ഒരുപാട് സംവിധായകർ നമുക്ക് കാണാം. അല്ല, ഇത്രയും വ്യത്യസ്തമായ സബ്ജക്റ്റ് ചെയ്തിട്ടുള്ള വേറെ ഡയറക്ടർ ഉണ്ടെന്നുണ്ടാവില്ല. കാരണം ആ ലെവലിൽ ജനങ്ങളുടെ അംഗീകാരം അല്ലാതെ മറ്റൊരു രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഡയറക്ടറിനെ സംസാരിപ്പിച്ചതിനും കൂടെ ശിഷ്യനെ സംസാരിപ്പിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. അല്ല, ഞാൻ കുറച്ചൊക്കെ സംസാരിക്കും, ഇയാളെ മിണ്ടാറേയില്ല. അല്ല, കുറച്ച് നേരത്തെ കുട്ടമ്മ സാർ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വളരെ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ വളരെ കുറച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും ചേച്ചി കൂടുതൽ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനൊരു സമാഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നത് ഇത് പ്രേക്ഷകർ കാണുമ്പോൾ മാത്രമല്ല, നമുക്കൊക്കെ ഇത്രയും പേർക്ക് ഒരു ഒന്നിച്ചു കൂടിയിരുന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നത് വളരെ റയറായ സംഭവമാണ്. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും, ശശിയേട്ടനും സീമ ചേച്ചിക്കൊക്കെ എൻ്റെ ഏറ്റവും പേഴ്സണലായ ഏറ്റവും വ്യക്തിപരമായ രീതിയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വന്നതിനും പങ്കെടുത്തതിനും എല്ലാം നന്ദി. ഒരുപാട്